കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഉളിയക്കോവിലിൽ ഇന്ന് വൈകിട്ടാണ് സംഭവം നടന്നത്. ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജാണ് മരിച്ചത്. ഫെബിന്റെ പിതാവിനും കുത്തേറ്റു. പർദ്ദ ധരിച്ചെത്തിയാണ് പ്രതി ആക്രമണം നടത്തിയതെന്നാണ് സൂചന. അത് അറിയത്തില്ല, വ്യക്തമായിട്ടില്ല. ഇന്ധനം കൊണ്ടുവന്നതുകൊണ്ട് അല്ല, അതൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ഇപ്പൊ നടന്നിട്ടില്ലേ ഉള്ളൂ, ഒരു മണിക്കൂറല്ലേ ആയുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ വെളിവാവുള്ളൂ. ആ പുറകെ അറിയിക്കും. കാരണം ഈ പർദ്ദ ഇട്ടുകൊണ്ടാണ് വന്നത്. ഷാളൊക്കെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ കടന്നിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് സംഭവിച്ചിട്ടില്ലേ ഉള്ളൂ. കാറിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമിച്ചത്. കൊല്ലം ഫാത്തിമ മദർ നാഷണൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ് ഫെബിൻ. 3 കുത്തേറ്റ ഫെബിൻ തൽക്ഷണം മരിക്കുകയായിരുന്നു. മാതാവിന്റെ മുന്നിൽ വെച്ചാണ് ആക്രമണം നടന്നത്. ഇതൊരു 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇത് ബഹളം കേട്ടോണ്ടാണ് നമ്മൾ വന്ന് നോക്കുന്നത്. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പോൾ എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വീട്. പയ്യൻ അവിടുന്ന് ഇറങ്ങി ഓടി വന്ന് എൻ്റെ മതിലിൻ്റെ സൈഡിലാണ് കൊണ്ട് വീണത്. അപ്പോഴത്തേക്കും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തു. കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു. ഒരു ആട്ടോ ആട്ടോ തടഞ്ഞു നിർത്തി ആൾക്കാരെ പയ്യനെ കൊണ്ടുപോയി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പയ്യൻ മരണപ്പെട്ടു. അവരുടെ അച്ഛനും കുട്ടികളുണ്ടായിരുന്നു. ഫെബിന്റെ സഹോദരിയെ തേടിയാണ് പ്രതിയായ തേജസ് രാജ് മണ്ണെണ്ണയുമായി എത്തിയത് എന്നാണ് സൂചന. ഒരു വിദ്യാർത്ഥിയെ കുത്തി മരിച്ചു. അങ്ങനെ ഒരു കാറിൽ 3 പേര് വന്നെന്നാണ് അറിഞ്ഞത്. അതിൽ ഒരാൾ ഇറങ്ങി കുത്തി, വീട്ടിൽ കയറി കുത്തി, അച്ഛനെയും കുത്തി. അങ്ങനെ കുത്തുകൊണ്ട വിദ്യാർത്ഥി റോഡിൽ ഇറങ്ങി, റോഡിൽ ഇച്ചിരി നടന്ന് മരിച്ച് അങ്ങനെ അവിടെ വീണ് പടഞ്ഞ് തൊട്ടടുത്തുള്ള പോലീസിലും ആംബുലൻസിലും അറിയിച്ചു. അങ്ങനെ അവർ വന്ന് കൊണ്ടുപോയി. അങ്ങനെ അപ്പോൾ മരിച്ചെന്നാണ് അറിഞ്ഞത്. അച്ഛന് റിക്കവർ ആയിട്ടുണ്ട് എന്നാണ് അറിവ്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കുത്തേന് തേജസ് രാജ് ചവറശ്ശേരി സ്വദേശിയാണെന്ന് പറയുന്നത്. കുത്തിയാള് ചെമ്മാമുക്കില് മനോരമയുടെ ഓഫീസിന്റെ കീഴിലുള്ള റെയിൽ ക്രോസിൽ തലവെച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് അറിവ്. പോകത്തെയാണ് ഫാത്തിമ കോളേജിൽ പഠിക്കുകയാണ്. പ്രതിയുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നുവെന്നും ഇവർക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് എന്നുമാണ് സൂചന. പിന്നീട് കൊല്ലം കടപ്പാക്കടയിൽ പ്രതിയായ തേജസ് രാജിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ട്രെയിൻ ഇടിച്ചു മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാതയ്ക്ക് സമീപം ഒരു കാറും നിർത്തിയിട്ടുണ്ട്. കാറിനകത്തും ചോരപ്പാടുകളുണ്ട്. നീണ്ടകര സ്വദേശിയായ തേജസ് രാജാണ് ആത്മഹത്യ ചെയ്തത്. മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലാണ് ട്രാക്കിൽ കാണപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ട്രെയിനു മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.